ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഡോമിതാസിനെ പറ്റിയാണ്. നമ്മൾ ഇന്നലെ പാരസിറ്റമോളിനെ പറ്റി പഠിച്ചായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻഡോമിതാസിനെ പറ്റിയാണ്. ഇൻഡോമിതാസിനും ഇന്നലെ പറഞ്ഞ പാരസിറ്റമോളിൻ്റെ സെയിം ഫാർമക്കോളജിക്കലുള്ള ഡ്രഗ്സാണ്. അനാൽജസിക്, ആൻറ്റിബയോട്ടിക് ആൻഡ് നോൺ സ്റ്റെറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻസിൽ പെടുന്നതാണ് ഏതും ഇൻഡോമിതാസിനും. നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു അതിനകത്ത് ക്ലാസിഫിക്കേഷനകത്ത് നോൺ സെലക്റ്റീവ് കോവേഴ്സ് ഇൻഹിബിറ്റേഴ്സിൽ ആറാമിന് ഫുൾ ഡെറിവേറ്റീവ് ആയിരുന്നു പാരസിറ്റമോൾ എങ്കിൽ ഈ നോൺ സെലക്റ്റീവ് കോവേഴ്സ് ഇൻഹിബിറ്റേഴ്സിൽ ഇൻഡോൾ ഡെറിവേറ്റീവാണ് നമ്മുടെ ഇൻഡോമിതാസിനും ചുളുണ്ടാക്കും ഈറ്റോഡോളാക്കും. അതിൽ ഇൻഡോമിതാസിനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഡോമിതാസിൻസിൻ്റെ യൂസസും സൈഡ് എഫക്റ്റും നമുക്ക് പഠിക്കാം. പിന്നെ അതിൻ്റെ മെറ്റബോളിസവും ചെറുതായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻഡോമിതാസിൻ നമ്മൾ കോമൺലി പറയുന്നത് ഇൻഡോക്യാപ്പ് എന്നാണ്. അത് ഇൻഡോൾ ഡെറിവേറ്റീവ് ആണ്. അതേപോലെ തന്നെ ഇതിന് പൊട്ടൻ്റായിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററിയും അനാൽജസിക്കും ആൻഡ് ആൻറ്റിപയററ്റിക് ഏജൻ്റായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് മെയിൻലി ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ സിന്തസിസിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് ഓറലി ആണ് അബ്സോർബ് ചെയ്യുന്നത്. അതേപോലെ മെറ്റബോളൈസ്ഡ് ലിവറിൽ കൂടെ മെറ്റബോളൈസ് ചെയ്യുകയും അതുപോലെ യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഇനി നമുക്കതിൻ്റെ സൈഡ് എഫക്റ്റ് നോക്കാം. സൈഡ് എഫക്റ്റ് GITയിലും CNSലും സൈഡ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ GITയിൽ എന്തൊക്കെ സൈഡ് എഫക്റ്റാണ് നമുക്കുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് GITയിൽ മാർക്കഡ് ആയിട്ടുള്ള ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ വരുന്നുണ്ട്. അതേപോലെ പെപ്റ്റിക് അൾസേഴ്സ്, നോക്സിയ, അനോറക്സിയ, ഗ്യാസ്ട്രിക് ബ്ലീഡിങ് ആൻഡ് ഡയറിയൊക്കെ GITയിൽ ഈ ഇൻഡോമിതാസിൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ആക്ഷൻ എവിടെയാണെന്ന് വെച്ചാൽ CNSലാണ്. CNSൽ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? ഫ്രണ്ടൽ ഹെഡേക്ക് ഉണ്ടാക്കും, തലവേദന ഉണ്ടാക്കുന്നുണ്ട്, ഡിസിനെസ് ഉണ്ടാക്കുന്നുണ്ട്, അറ്റാക്സിയം ഉണ്ടാക്കുന്നുണ്ട്, ഹാലൂസിനേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്, ഡിപ്രഷൻ ആൻഡ് സൈക്കോസിസ് ഇത്രയും CNSൽ ഉണ്ടാക്കുന്നുണ്ട്. ഇറ്റ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ്. ഈ നമ്മുടെ ഇൻഡോമിതാസിൻസ് ചില ഇതൊക്കെ ഉപയോഗിക്കാൻ പാടില്ല. എവിടേക്കാണ്? ഇറ്റ് ഈസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ഇൻ പെപ്റ്റിക് അൾസർ പേഷ്യൻസിലും പ്രഗ്നൻസിയിലും ലാക്ടേഷൻ ആൻഡ് സൈക്കാട്രിക് പേഷ്യൻസിലും നമ്മൾ ഇൻഡോമിതാസിൻ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ പെപ്റ്റിക് അൾസേഴ്സും പ്രഗ്നൻസിയും ലാക്ടേഷനും സൈക്കാട്രിക് പേഷ്യൻസിനൊക്കെ നമ്മളിത് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മുടെ തെറാപ്യൂട്ടിക് യൂസസ് നമുക്ക് എന്തൊക്കെയാണ് നോക്കാം. തെറാപ്യൂട്ടിക് യൂസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മൈൽഡ് ടു മോഡറേറ്റ് പെയിനിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ മൈൽഡ് ടു മോഡറേറ്റ് പെയിനിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മൈൽഡ് ടു അക്യൂട്ട് പെയിൻസിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ജോയിൻറ്റ് പെയിനിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഇൻഫ്ലമേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസും ഓസ്റ്റിയോ ആർത്രൈറ്റിസിനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഗൗട്ടിന് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എഫക്റ്റീവ് ഇൻ ആൻകിലോസിങ് സ്പോണ്ടിലൈറ്റിസ്. അതായത് ഇത് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ആർത്രൈറ്റിസ് എന്ന് പറയാമല്ലോ, വാദം. ഈ വാദം തന്നെ പലതരത്തിലുണ്ടല്ലോ. ഏതൊക്കെയുണ്ട്? സന്ധിവാദമുണ്ട്, ആമവാദമുണ്ട്, അങ്ങനെ നമ്മൾ പല പല വാദം കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള വാദത്തിനൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഗൗട്ടിന് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ജോയിൻറ്റ് പെയിൻസ്, അതേപോലെ നടുവേദനയുള്ള പേഷ്യൻസിനൊക്കെ ഇത് കൊടുക്കാറുണ്ട്. അപ്പം അതൊക്കെയാണ് നമ്മുടെ ഈ NSAIDസിൽപ്പെട്ട ഇൻഡോൾ ഡെറിവേറ്റീവിൽപ്പെട്ട ഇൻഡോമിതാസിൻ്റെ യൂസസ് കേട്ടോ. അപ്പോൾ താങ്ക് യു. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.